കളമശ്ശേരി പോളിടെക്നിക്കിലെ അവിടുത്തെ കഞ്ചാവ് വേട്ട തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രധാന പ്രതിക്കായി അന്വേഷണം ഊർജിതം എന്നാണ് വാർത്ത. 3-ാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് ഈ അന്വേഷണം. ആലുവയിലെ അതിഥി തൊഴിലാളിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാണ്. അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൽ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനം മുഖ്യപ്രതിയെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ആലുവയിലെ ഇതിങ്ങനെ ലഹരി അത് എത്തിച്ചു നൽകിയ വിതരണക്കാരൻ എന്ന് പറയാവുന്നയാളെ അതിഥി തൊഴിലാളിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അന്വേഷണം. എവിടെ വരെ എത്തി നിൽക്കുന്നു? ഇന്നിപ്പോൾ ഏത് രീതിയിലാകും അന്വേഷണം? ഏറ്റവും പ്രധാനമായി പോലീസിന് മുന്നിലുള്ളത് ക്യാമ്പസിനകത്തേക്ക് ഹോസ്റ്റലിലേക്ക് എങ്ങനെ കഞ്ചാവ് എത്തി എന്നുള്ളതാണ്. ആ സ്രോതസ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അത് ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ കസ്റ്റഡിയിലുള്ള ആകാശിൽ നിന്ന് ആവശ്യമായ വിവരങ്ങളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയിലേക്ക് കൂടി ഈ അന്വേഷണം നീളുന്നത്. ഈ പൂർവ്വ വിദ്യാർത്ഥി കഞ്ചാവ് വാങ്ങിയിരുന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ്. അയാളിൽ നിന്ന് വാങ്ങി അത് ക്യാമ്പസിലേക്ക് എത്തിക്കുന്നു, ഹോസ്റ്റലുകളിൽ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസിന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അയാളെ പിടികൂടുക എന്നുള്ളതാണ് ഇനി പോലീസിന് മുന്നിലുള്ള ലക്ഷ്യം. ഒപ്പം ഈ പൂർവ്വ വിദ്യാർത്ഥി എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. അയാളുടെ മൊബൈൽ ഫോണുകളൊക്കെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പോലീസ് ട്രാക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും അയാൾ ഏറ്റവും അവസാനം ബന്ധപ്പെട്ട ആളുകളിലൂടെയൊക്കെ അവരെയൊക്കെ കണക്ട് ചെയ്ത് വരും ദിവസം തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെ അയാളെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു എന്തോ ഒരു ശബ്ദത്തിൽ എന്തൊരു പ്രശ്നം വന്നിട്ടാണ് പെട്ടെന്ന് അത് കട്ടായി പോയെന്ന് തോന്നുന്നു. എന്തായാലും പ്രധാന പ്രതി എന്ന് പറയുന്നയാൾ ഈ ഹോളി ആഘോഷത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് ലഹരി എത്തിച്ചു. അത് ഒരു 3-ാം വർഷ വിദ്യാർത്ഥിയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ഓഫറുകളിലൂടെയാണ് ഈ ലഹരി വിറ്റത് എന്നൊക്കെ പറയുന്നത്. അതായത് ഇത്ര രൂപയുടെ കഞ്ചാവ് ഒരു ഹോളിയുടെ പ്രമാണിച്ച് അല്പം ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എന്നൊക്കെയുള്ള പുതിയ വിവരങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്തായാലും അതിന്റെ പ്രധാന പ്രതി ആര്, അവർക്ക് ഈ സംഭവം എത്തിച്ചത് ആരാണ്, അതെവിടുന്ന്, ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ പുറത്തുവരട്ടെ.